എൻ്റെ മോൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ അവൻ ഇപ്പോഴും ബെഡ് വെറ്റിംഗ് എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇത് കാരണം അവന് ഒരു പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകാനോ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാനോ അതിനൊന്നും അവനും താല്പര്യമില്ല. അല്ലെങ്കിൽ അവനെ കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ പുറത്ത് പോകുമ്പോൾ ഇതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ബെഡിൽ യൂറിൻ പാസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മളും പലപ്പോഴും മടിക്കാറാണ്. സോ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളൊരു കൺസേണുമായിട്ടാണ് ഒരു അമ്മയും മോനും നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടിക്ക് പഠനത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അവൻ അക്ഷരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലും വായിക്കുന്നതിലും എഴുത്തിലൊക്കെ അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ടി ആ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ഒരു പ്രോപ്പർ ഒരു റെമഡിയൽ ട്രെയിനിങ് ആണ് കുട്ടിയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 10 ദിവസത്തെ ഒരു കോഴ്സിലേക്ക് നമ്മൾ കുട്ടിയെ എൻട്രി ചെയ്യിപ്പിച്ചു. ആദ്യത്തെ ഒരു 3 ദിവസം കൊണ്ട് അവൻ അക്ഷരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു കുഞ്ഞിലെ വാക്കുകൾ, ഒരു CBC വാക്കുകളൊക്കെ വായിക്കാനൊക്കെ തുടങ്ങി. ഒരു 7th ഡേ ഒക്കെ ആകുമ്പോഴേക്കും ഒരു സെൻറ്റൻസ്, ചെറിയ ചെറിയ സെൻറ്റൻസിലേക്ക് അവൻ വായിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഗ്രാജുവലി ഈ ഒരു സെഷൻസ് റൺ ചെയ്തു. ഒരു 10ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവൻ എനിക്ക് വായിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ അവനിൽ വന്നു തുടങ്ങി. പുറത്ത് പോകുമ്പോൾ ബസ്സിൻ്റെ ബോർഡൊക്കെ അവൻ വായിച്ചു തുടങ്ങി. അങ്ങനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ കുട്ടികളുടെ ഈ ഒരു ബെഡ് വെറ്റിംഗ് എന്നുള്ളതും പയ്യെ കുറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. LD അല്ലെങ്കിൽ അക്കാഡമിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കുട്ടികളെ പഠനത്തിൽ മാത്രമല്ല, അത് പലപ്പോഴും പല തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് അത് മാറാറുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടിയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്യൂറസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്നതിന് നമ്മളതിനെ ക്ലിനിക്കലി എന്യൂറസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഒരു പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ആ ഒരു കുട്ടി അവൻ്റെ കൂട്ടുകാരുടെ ഇടയിലും ടീച്ചേഴ്സിൻ്റെ ഇടയിലും ഒക്കെ ഞാൻ പഠിക്കാത്ത കുട്ടിയാണ് എന്നുള്ളൊരു കളിയാക്കൽ ഫേസ് ചെയ്യുന്നത് അവനൊരു ആൻസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ആ ഒരു ആൻസൈറ്റി കാരണമാണ് അവൻ ഇവിടെ ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. സോ അവൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻ നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അവൻ്റെ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് പയ്യെ മാറ്റിയെടുക്കാൻ പറ്റിയ എന്നുള്ളതാണ്. സോ പലപ്പോഴും കുട്ടികളുടെ പ്രോപ്പർ പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുമ്പോഴാണ് അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് മാറുന്നത്.